ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുംഭമേള വൈറൽ ഗേൾ നമ്മുടെ കേരളത്തിൽ വെച്ച് നടത്തിയ മാരേജ്. CPM നേതാക്കൾ അച്ഛന്റെ സ്ഥാനത്തും കൊച്ചച്ഛന്റെയും കുഞ്ഞമ്മയുടെയും സ്ഥാനത്തും നടത്തിക്കൊടുത്ത മാരേജ്. MV ഗോവിന്ദൻ, റഹീം, വി ശിവൻകുട്ടി. എന്താണെങ്കിലും പോഷ്കോ കേസ് ആയിട്ടുണ്ട് ഗൈസ്. 16 വയസ്സുള്ള പെണ്ണിനെയാണ് അണ്ണന്മാരെല്ലാം കൂടെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു വിട്ടത്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ അവര് അന്വേഷിച്ചപ്പം പെണ്ണിന്റെ യഥാർത്ഥ വയസ്സ് കണ്ടെത്തി. ഇവര് മാരേജിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്ത എല്ലാ ഡോക്യുമെന്റ്സും വ്യാജമായിരുന്നു. പെണ്ണിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 2009 ഡിസംബർ 30, മാർച്ച് 11 ആയിരുന്നു കല്യാണം. ഈ കല്യാണം നടക്കുന്ന സമയത്ത് പെണ്ണിന് വയസ്സ് വെറും 16 വർഷവും 2 മാസവും 11 ദിവസവും. 17 പോലും തികഞ്ഞിട്ടില്ല. 16 വയസ്സ്. എന്താണെങ്കിലും ഇവളെ കെട്ടിയ ഫർമാൻ പോക്സോ കേസ് ആയിട്ടുണ്ട്. മധ്യപ്രദേശ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞല്ലേ, ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞു കാണും. അപ്പം ഇവന്റെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ തീരുമാനമായിട്ടുണ്ട്. ഇനി തീരുമാനമാകാനുള്ള കുറെ അണ്ണന്മാരുണ്ടല്ലോ നമ്മുടെ കേരളത്തില്. കല്യാണം നടത്തിക്കൊടുത്ത ഗോവിന്ദനണ്ണൻ, റഹീമിക്ക, ശിവൻകുട്ടി മാമൻ. ഇവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് വരാൻ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. 2 സ്റ്റേറ്റിന്റെയും DGPമാരെടുത്ത് നാഷണൽ പട്ടികവർഗ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ അല്ലെങ്കിൽ ഡൽഹിയിൽ ഹാജരാകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പോക്സോ ആക്ട്, അതുപോലെ തന്നെ SC/ST ആക്ട് ഉണ്ട്, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇപ്പൊ കേസ് എടുത്തേക്കുന്നത്. കല്യാണത്തെ പറ്റി കൂടുതൽ ഞാനൊന്നും പറയണ്ടല്ലോ. തിരുവനന്തപുരം പൂവാറിലുള്ള അരുമാനൂർ ശ്രീ നയനാർ ദേവ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു മാർച്ച് 11 ഇവരുടെ കല്യാണം. വലിയ കൊട്ടിയാഘോഷം നടന്നതാണ്. മീഡിയാസ് എല്ലാം ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസത്തെ സെൻസേഷൻ ആയിരുന്നു. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ സെൻസേഷൻ ആയിട്ടുള്ള കല്യാണമായിരുന്നു കുംഭമേള വൈറൽ ഗേളിൻ്റെത്. ദ റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് നടത്തിയ കല്യാണമാണ്. ഇതിപ്പം റിയൽ കേരള അപരാധം എന്നുള്ള രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. ഈ കല്യാണം നടന്ന സമയത്ത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായതല്ലോ, നിങ്ങൾ കണ്ടതാണല്ലോ. അന്നേരം ഈ പെണ്ണിനെ കെട്ടിയ ഫർമാൻ കുറെ രേഖകളൊക്കെ ആയിട്ട് വന്ന് ഒരു പത്രസമ്മേളനം ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് കേൾപ്പിക്കാം. मेरी उम्र 18 साल से भी ऊपर है. मेरी उम्र 18 साल से ऊपर है. വീഡിയോ വെക്കാത്തത് ഇനി ഫേസ് ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. പോഷ്കോയാ, മനസ്സിലായോ? അതുകൊണ്ട് പെണ്ണിന് പോലും അറിയത്തില്ല അവൾ എത്ര വയസ്സുണ്ടെന്ന്. जिसमें बर्थ सर्टिफिकेट है और आधार कार्ड है, पैन कार्ड है, तीनों में 18 साल के ऊपर. ബർത്ത് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ഈ 3 എണ്ണത്തിനകത്തും പെണ്ണിന്റെ വയസ്സ് 18 വയസ്സിന് മുകളിലാണ്. അവർ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സിനകത്തേക്ക് ഡേറ്റ് ജാനുവരി 1, 2008. ഇത് കംപ്ലീറ്റ് വ്യാജമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നോർത്ത് ഇന്ത്യയിലൊക്കെ എത്ര സിമ്പിളായിട്ടാണ് ഇവർ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത്. 16 വയസ്സുള്ള പെണ്ണിനാണ് 18 വയസ്സുണ്ടെന്നും പറഞ്ഞിട്ട് ഇത്രയും സാധനങ്ങൾ അടിച്ചിറക്കിയേക്കുന്നത്. എന്താണെങ്കിലും അന്ന് മാരേജ് നടത്തി കൊടുത്തതിന് ശേഷം നമ്മുടെ മുതിർന്ന നേതാക്കന്മാർ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനണ്ണൻ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. അതെ, ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. നമ്മളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് നന്മ വിതറി വോട്ട് പിടിക്കാൻ പോയിട്ട് വോട്ട് മറിക്കാൻ വേണ്ടിയിട്ട് ഓരോ മണ്ടത്തരങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് വന്നിട്ട് അങ്ങ് പണഞ്ഞാൽ മതിയല്ലോ. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന്. എന്തിനാണ് നമ്മളെ ഇങ്ങനെ പറയിപ്പിക്കുന്നത്? മതനിരപേക്ഷതയുടെ അങ്ങേയറ്റം. വളരെ കറക്റ്റാണ്. പറയിപ്പിക്കലിന്റെ അങ്ങേയറ്റം, തോന്നിവാസത്തിന്റെ അങ്ങേയറ്റം, മണ്ടത്തരത്തിന്റെ അങ്ങേയറ്റം. ഒറ്റപ്പേര് CPM. ജനകീയമായ, മനുഷ്യത്വപരമായ, മനുഷ്യസ്നേഹപരമായ ഒരവബോധം രൂപപ്പെടുത്തിയിട്ടുള്ള നാട് എന്ന രീതിയിൽ കേരളം ഇപ്പോഴും ലോകത്തിന് മുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മാതൃകയാണ്. വല്ലാത്തൊരു മാതൃകയായി പോയെണ്ണ. 18 പോലും തികയാത്ത പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് ലോകത്തിന് മുന്നിൽ മാതൃകയായ ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം. അവര് തന്നെ ആലോചിക്കും, കേരളം ഭരിച്ചോണ്ടിരുന്ന ഇമാതിരി പൊട്ടന്മാരാണല്ലോ എന്ന്. ഇവിടെ CPMകാരെ നിങ്ങൾ ആ ക്രെഡിറ്റ് എടുത്തോ. ഇവിടെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ആ ക്രെഡിറ്റ് വേണ്ട. ആ ക്രെഡിറ്റ് നമ്മുടെ തലയിൽ ഇട്ടു തരരുത്. ആ മാതൃക നിങ്ങളങ്ങ് എടുത്തോ. യവറ്റകളെ ചെയ്തു കൂട്ടുന്ന മണ്ടത്തരങ്ങളോടെ നമ്മൾ ചുമക്കേണ്ട അവസ്ഥയാണല്ലോ. ആ മാതൃക അതേപോലെ തന്നെ നിലനിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. എന്റെ പൊന്നെണ്ണ, മതി. കൂടുതൽ ഇനി ആഗ്രഹിക്കാൻ നിൽക്കരുത്. 18 തികയുന്നതിന് മുമ്പ് കുഞ്ഞിക്കാല് കാണണമെന്ന് വല്ല ആഗ്രഹമുണ്ടോ? ഇനി ആ ഒരു ചീത്തപ്പേരും കൂടെ ഉള്ളൂ. ആ പെണ്ണും കാണാം, പ്രഗ്നന്റും കൂടെ കാണാം ആയി തീർന്ന അച്ഛനും കൊച്ചച്ഛനും എല്ലാം കൂടെ ചെല്ലുവോ വയറ് കാണൽ ചടങ്ങിന്? ആഗ്രഹം സബലീകരിക്കുവോ? എന്തൊക്കെ പ്രഹസനമായിരുന്നു. അവർക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. ആരണ്ടരൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ചേച്ചി വിളക്കം പിടിപ്പിച്ചാണ് മറ്റേ പെണ്ണിന്റെ അകത്തോട്ട് കയറ്റുന്നത്. 16 വയസ്സ് തികയാത്ത പെണ്ണാണെന്ന് ആ ചേച്ചിക്ക് പോലും ഓർമ്മ കാണത്തില്ല.
മാറത്തില്ല. മിക്കവാറും കേസ് വന്നാൽ ചേച്ചിയുടെ തലയിലും ഇരിക്കും. അന്ന് ഫസ്റ്റ് നൈറ്റ് നടന്ന വീട് സ്പെസിഫിക് ആയിട്ട് ചിലപ്പോൾ സൂക്ഷിക്കേണ്ടി വരും. ആലോചിച്ച് നോക്കിയേ, ഏതോ വീട്ടില് രാത്രി കല്യാണം കഴിഞ്ഞിട്ട് വിളക്കം കൊടുത്തൊരു ചേച്ചി പിടിപ്പിച്ച് കയറ്റി, ഏതോ CPM-ന്റെ വീടം കണ്ടാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വിവാഹം നടക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ അവരെ ആശംസിക്കുക, അവരെ അഭിവാദ്യം ചെയ്യുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ബാധ്യതയും ചുമതലയുമായിട്ട് ഞങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുന്നു എന്ന്. ബാധ്യത എന്തായാലും ആയിട്ടുണ്ട്, ഒഴിയാബാധ പോലെ ബാധ്യതയായിട്ടുണ്ട്. വിയർക്കുന്നു. ഇലക്ഷൻ അടുത്ത സമയത്ത് പ്രചാരണത്തിന്റെ ഭാഗമായി, PR വർക്കിന്റെ ഭാഗമായി കുറെ നന്മയും മതസൗഹാർദ്ദവും വാരി എറിഞ്ഞ് വോട്ട് പിടിക്കാൻ കാണിച്ച പ്രഹസനം. അല്ലാതെ ഇത് മതസൗഹാർദ്ദം ഓർത്തോ അല്ലെങ്കിൽ മാതൃകയാക്കാനോ കാട്ടിക്കൂട്ടിയ പരിപാടിയൊന്നുമല്ല. ഇത് വർക്കായിരുന്നെങ്കിൽ ഇതും വെച്ച് PR അടിച്ചിറക്കിയാനോ. അയ്യോ, CPM മോഡൽ എന്നും പറഞ്ഞിട്ട് മധ്യപ്രദേശിൽ നിന്ന് വന്ന 2 പേര്, ഒരുത്തൻ മുസ്ലിം, പെങ്കൊച്ച് ഹിന്ദു. കല്യാണം നടത്തി കൊടുത്തു കഴിഞ്ഞാൽ കത്തും, PR വർക്ക് പൊളിക്കും, മതസൗഹാർദ്ദത്തിന്റെ പേരിൽ മറിക്കാം വോട്ട്. ഈ പ്ലാൻ ആയിരുന്നു അണ്ണന്മാരുടെ തലയിൽ. പക്ഷെ അങ്ങോട്ട് ഒത്തില്ല, തിരിച്ചടിച്ച് വന്ന ടീംസ് അവന്മാരെക്കാളും ഉടായ്പകളായിരുന്നു. അടവടല ബ്ലൂം ചിക്ക ബ്ലാബ്ല ആയിപ്പോയി. എന്തായാലും അണ്ണന്മാർക്ക് ഒരു ഭാഗ്യമുണ്ട് കേട്ടോ. ഈ വാർത്ത, ഈ പെണ്ണിന് 16 വയസ്സ് തികഞ്ഞിട്ടുള്ളെന്ന് ഉറപ്പിച്ച ഈ സാധനം പുറത്തു വന്നത് ഇലക്ഷന് ശേഷമാണ്. ഇലക്ഷന് മുമ്പെങ്ങാണായിരുന്നെങ്കിൽ അയ്യോ തീർന്നേനെ. അൽഫാം കോഴിയുടെ കൂട്ടിട്ട് കറക്കിയ ന്യൂസുകാർ. പിണറായി പണ്ടങ്ങാണ്ട് ചെയ്ത എന്തോ ഒരു നന്മയെങ്ങാണ്ടുണ്ട്, അതിന്റെ പേരിലെങ്ങാണ്ടാണ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ വാർത്ത പുറത്തുന്നത്. പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഇതിന് പിടിപാട് വെച്ച് വാർത്ത മുക്കി വെച്ചതാവാനും സാധ്യതയുണ്ട്. ചാനലുകൾക്കെല്ലാം കൊടുത്ത് പൈസ കൊടുത്ത് കാണും. ഇലക്ഷൻ കഴിയുന്നത് വരെ ഈ വാർത്ത പുറത്തോട്ട് വിടരുത്, ഇതാണ് എല്ലാവർക്കും യു ഹാവ് എ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് അണ്ണം വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഗോവിന്ദനാശാരിക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ഡബ്ല്യു റഹീമിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാം ഗൈസ്. ഇതാണ് കേരളം, അതാണ് കേരളം. കമ്മ്യൂണൽ ഹാർമണിയുടെയും മാനവ സൗഹൃദത്തിന്റെയും ഇടം. അത് മാത്രമല്ല, പൊട്ടത്തരത്തിന്റെയും പോക്സോ കേസിന്റെയും ഇടം. അങ്ങനെയും കൂടെ പണ അതല്ലേ കറക്റ്റ് ആവത്തുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് നമുക്ക് ഏത് മതത്തിൽപ്പെട്ടവർക്കും പരസ്പരം വിവാഹം കഴിക്കാനുള്ള അവകാശം. അങ്ങനെ അവകാശമൊക്കെ ഉണ്ട്. പക്ഷെ 16 വയസ്സുള്ള പെങ്കൊച്ചിനെ കല്യാണം കഴിപ്പിക്കാതെ ഏത് ഭരണഘടനയാണ് ഉറപ്പ് നൽകുന്നത്? വൺ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. പക്ഷേ അതേസമയം അത് ഇന്ത്യയിൽ എല്ലായിടത്തും സാധ്യമാകുന്നില്ല. അത് നിർഭയം സാധ്യമാകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പേര് കേരളം. പറയിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് റഹീംക്ക. എല്ലാരും കൂടി ഇപ്പൊ ഒന്ന് ആഞ്ഞു പിടിച്ച് കേരള സ്റ്റോറി 3ക്കുള്ള ഒരു കഥയും കൂടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ. സന്തോഷം. പായും തലങ്ങണയൊക്കെ എടുത്ത് ഇറങ്ങി പോകുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പൊന്തൂല് കൂടി നമ്മുടെ തലയിൽ ഇട്ട് വന്നിട്ടാണ് അണ്ണന്മാർ ഇറങ്ങി പോകുന്നത്. എന്തായാലും അടുത്ത ലക്ഷം പൊട്ടുമല്ലോ. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു കിരീടവും കൂടെ നിങ്ങളുടെ തലയിൽ, കേരളത്തിന്റെ തലയിൽ വെച്ചോട്ടെ എന്നും പറഞ്ഞിട്ട് തന്നിട്ട് പോയതാ. പാൻ ഇന്ത്യൻ നാണക്കേട്. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാവരും പറയുന്നു വിവാഹം സ്വർഗത്തിലാണെന്ന്. അതെ, ആ സ്വർഗത്തിന്റെ പേരാണ് കേരളം. ആ ക്രെഡിറ്റ്, ആ സ്വർഗത്തിന്റെ ക്രെഡിറ്റ് CPM എടുത്തോ, പാർട്ടി ഓഫീസിൽ കൊണ്ടുവെക്കാം. കേരളത്തിലെ ജനങ്ങൾക്ക് ആ സ്വർഗത്തിന്റെ ക്രെഡിറ്റ് വേണ്ടായേ. യവന്മാര് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. അത് എത്തിയത് വളരെ ഞങ്ങളിലേക്കൊന്നും എത്തുകയല്ല. ഇത് യാദൃശ്ചികമായി അവര് ഈ പറയുന്ന വിവരം അറിഞ്ഞ് ഞങ്ങൾ എത്തുന്നതാണ്. അല്ല, ഇതുപോലെ എത്ര കല്യാണം CPM വിവരമറിഞ്ഞ് വന്ന് നടത്തി കൊടുത്തിട്ടുണ്ട്. ഈ കല്യാണത്തിന് മാത്രം എന്തായാലും ഇത്രയും ഉത്സാഹം. വെറും PR സ്റ്റണ്ട് കാണിക്കാൻ നോക്കിയതാ, വെറും. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, 3 അണ്ണന്മാര്, ശിവൻകുട്ടി അണ്ണൻ, ഗോവിന്ദണ്ണൻ, റഹീമിക്ക. ഇലക്ഷന്റെ ഭാഗമായിട്ട് നല്ല തിരക്കേറിയ സമയത്ത് ഇവർ 3 പേരും കൂടെ വന്ന് പങ്കെടുത്ത് നടത്തി കൊടുക്കണമെങ്കിൽ അതിന്റെ പുറകില് വലിയ പ്ലാനിങ് ഒക്കെ ആയിട്ടാണ് വന്നത്. ഇത് വെച്ച് ഞങ്ങൾ ഒരു 10,000-10,000 വോട്ട് മറിക്കും എന്നും പറഞ്ഞിട്ട് വന്നത് അങ്ങ് മറിച്ച് പാൻ ഇന്ത്യ നാണക്കേടായിട്ട് പോയിട്ടുണ്ട്. ഇനി വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു, ശിവൻകുട്ടി മാമൻ. ശിവൻകുട്ടി മാമൻ എന്താ പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഈ കല്യാണമാണ്. നമുക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അഭിമാനിക്കാം. അതെ, ഇപ്പം അപമാനിക്കാനുള്ള വകുപ്പ് ആയിട്ടുണ്ട്, നല്ല അപമാനമായിട്ടുണ്ട്. ഇത്രയും കാലം ഇങ്ങനൊരു പാർട്ടി ഭരിക്കുന്നതിന് നമ്മുടെ ഉള്ളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ള ഒരു അപമാനം ഇപ്പൊ ഇന്ത്യ മൊത്തത്തിൽ നമ്മളെ നോക്കി അപമാനിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സ്റ്റേറ്റിൽ ഭരിക്കുന്ന പാർട്ടി 16 വയസ്സുള്ള ഒരു പെങ്കൊച്ചിന്റെ കല്യാണം നടത്തി കൊടുത്തെന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ട്. 100% ലിറ്ററസി സാർ. പക്ഷെ ഭരിക്കുന്നവന്മാർക്ക് പകതിര് വട്ടപൂജ്യം. ലോകത്തിന്റെ മുന്നിൽ മതേതരത്വത്തിനും മനുഷ്യസ്നേഹത്തിനും പേരുകെട്ട നാടാണ് കേരളമെന്ന് അഭിമാനിക്കാൻ നമുക്ക് എല്ലാവർക്കും. CPM-ന്റെ വക കേരളത്തിന് ഒരു പൊന്തൂവൽ കൂടി ഗൈസ്. ബാലവിവാഹത്തിനും പേര് കേട്ട നാട്. അല്ലാത്ത ഒരു ക്രെഡിറ്റ് ആയിപ്പോയി. ഈ കുട്ടികളുടെ ധൈര്യം, ഇതുപോലെ തന്നെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ ഇതുപോലെ സമ്മർദ്ദങ്ങൾക്കും അതേപോലെ തന്നെ ഭീഷണിക്കും വിധേയമായി അവിടെ കഴിയുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ കഴിയുന്ന 16-15 വയസ്സ് പ്രായമുള്ള ആളുകൾ എല്ലാവരും കേരളത്തിലോട്ട് വരും. CPM 2 കൈയും തീട്ടി നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ബാലവിവാഹങ്ങൾ
CPM-മാർ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി താലി മേടിച്ച് അമ്പലത്തിൽ കൊണ്ടുവന്ന് നടത്തി കൊടുക്കണം. പിന്നെ ഒരു കണ്ടീഷൻ, 2 മതത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കണം. പ്രത്യേകിച്ച് ഹിന്ദു മുസ്ലിമും ആണെങ്കിൽ അത്രയും നല്ലത്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ മതസൗഹാർദ്ദം കൂടെ കുത്തിക്കയറ്റാൻ പറ്റത്തുള്ളൂ. അല്ലാതുള്ള കല്യാണത്തിനൊന്നും മൈലേജ് കിട്ടൂല കേട്ടാ. കേരള സ്വർഗമാണോ? കേരളം പറ്റിയ സ്വർഗമാണോ? നമ്മൾ ഈ പറയുന്ന കേരള സ്റ്റോറിലൊക്കെ പറയുന്ന പോലെയാണോ? അതെല്ലാം നമ്മൾ തെളിയിക്കുകയല്ലേ? കേരള സ്വർഗം തെളിയിക്കുകയല്ലേ? അതെ, കേരള സ്വർഗമാണ് തെളിയിക്കാൻ. അണ്ണന്മാരൊന്ന് ഇറങ്ങിപ്പോയി തന്നു കഴിഞ്ഞാൽ കേരളം സ്വർഗമാവും. അല്ലെങ്കിൽ നമ്മൾ ജനങ്ങൾക്ക് ഇതൊരു നരകമാണ്. സത്യം. ഇലക്ഷന്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് അടുത്ത കാലന്മാര്. പറയുന്നില്ല, എല്ലാം കണക്കാ. വന്നവനും നിന്നവനും പോയവരും എല്ലാം കണക്കാ. ഇനി ഈ മണ്ടന്മാരെങ്ങനെ പെട്ടത് എന്നതും കൂടെ നമുക്കൊന്ന് കാണാം. കുറ്റിയും പറിച്ച് വന്ന് കല്യാണം നടത്തി കൊടുക്കാനുള്ള സാഹചര്യം അത് ന്യൂസിൽ പറയുന്നുണ്ട്. അതുകൂടെ ഞാനൊന്ന് വെക്കാം. ഈ സംഭവം ആദ്യം തമ്പാനൂർ പോലീസിലേക്കാണ് എത്തുന്നത്. അതായത് നെയ്യാറ്റിങ്കര പൂവാറുള്ള ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ ഈ യുവാവും ഈ പെൺകുട്ടിയുടെ അച്ഛനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഈ പ്രണയം അറിയുകയൊക്കെ ചെയ്ത ശേഷം ഈ പെൺകുട്ടിയെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അച്ഛൻ ശ്രമിക്കുന്നു. അതിനിടയിലാണ് ഈ വാഹനത്തിൽ വെച്ച് ഒരു തർക്കമുണ്ടാവുകയും ഈ വാഹനം തമ്പാനൂർ പോലീസിലേക്ക് കൊണ്ടുവരികയും അവിടെ അച്ഛനെയും മകളെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കുകയും ഒക്കെ ചെയ്തപ്പോൾ താൻ പ്രായപൂർത്തിയായത് ഒരു യുവതിയാണെന്നും തനിക്ക് തീരുമാനമെടുക്കണമെന്നും അച്ഛനോട് പോകാൻ താല്പര്യമില്ല എന്നും പോലീസിനെ ഈ പെൺകുട്ടി അറിയിക്കുകയാണ്. ഈ പോലീസ് പറയുന്നത് ഈ അച്ഛൻ തന്നെയാണ് ഈ മകളുടെ രേഖകൾ, മകളാണെന്ന് തെളിയിക്കുന്ന രേഖകളും ഈ മകളുടെ ജനന സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യം പോലീസിന് മുമ്പിൽ സമർപ്പിച്ചത് അച്ഛനായിരുന്നു എന്നാണ് തമ്പാനൂർ പോലീസ് പറയുന്നത്. ഈ ആധാർ കാർഡിനോടൊപ്പം ഈ ബർത്ത് സർട്ടിഫിക്കറ്റും സമർപ്പിക്കുകയുണ്ടായി. മധ്യപ്രദേശ് സർക്കാർ ഇഷ്യൂ ചെയ്തതായിട്ടുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് അത് പറഞ്ഞത് 2008 ജനുവരി 1 ഈ പെൺകുട്ടിയുടെ ജനന ദിവസമായി കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ പ്രായം സംബന്ധിച്ച് അച്ഛന് ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. പകരം മറ്റൊരു മതസ്ഥനെയൊക്കെ വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആയിരുന്നു തർക്കമുണ്ടായിരുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പെണ്ണ് ആൻഡ് അവരുടെ ഫാമിലി കുംഭമേളയിൽ പോയിട്ട് ആരോ ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അങ്ങനെ ഒരൊറ്റ സുപ്രഭാതത്തിൽ വൈറലായ ഫാമിലിയാണ്. ഇവർക്കൊരു കാര്യത്തെപ്പറ്റിയുള്ള അറിവോ പഠിപ്പോ വിവരമോ ഇല്ല. ഞാൻ അടിച്ചാക്ഷേപിക്കുകയാണെന്ന് വിചാരിക്കരുത്. പക്ഷെ യാഥാർത്ഥ്യം അതാണ്. മാല വിറ്റ് നാടോടികളെ പോലെ നടന്ന് ജീവിച്ച ഒരു കുടുംബമാണ് അവരുടേത്. ഇവർക്ക് കാര്യങ്ങളെ പറ്റി അറിയത്തില്ല. ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ സമയത്ത് പെണ്ണിന് 18 വയസ്സ് ലാഭം ഇല്ലയോ എന്നും പറഞ്ഞ് ഉണ്ടാക്കിയതാവായിരിക്കും. പണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു വകുപ്പ് ഉണ്ടായിരുന്നല്ലോ. 5ാം വയസ്സിൽ 1ാം ക്ലാസ് ഇരുത്താൻ വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റിനകത്ത് മായം കാണിക്കുന്ന പരിപാടി. ഇപ്പോൾ അതില്ല, നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു. പല മുതിർന്ന ആൾക്കാരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ചിലപ്പോൾ ജൂണിലൊക്കെ ആയിരിക്കും കിടക്കുന്നത്. 5ാം വയസ്സിൽ 1ാം ക്ലാസ് ഇരുത്താൻ വേണ്ടിയുള്ള പരിപാടി. പോലീസ് നോക്കിയപ്പോൾ ഇവരിത് സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചു. സർട്ടിഫിക്കറ്റ് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സംശയം തോന്നും. കാര്യം എന്ന് പറഞ്ഞാൽ ജനുവരി 1, 2008 ബോർഡർ നിൽക്കുകയാണ്. ഇവർ പറഞ്ഞ ഡേറ്റ് വെച്ച് 18 വയസ്സും 2 മാസം എന്തോ ആയിട്ടേ ഉള്ളൂ. ആൻഡ് വെറുതെ ഗൂഗിളിൽ ഈ പെണ്ണിന്റെ വയസ്സൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 16ാമത്തെ വയസ്സിൽ കേക്ക് മുറിക്കുന്ന വീഡിയോയും ആൻഡ് ഗൂഗിൾ തന്നെ താരുന്ന ആദ്യത്തെ റിപ്പോർട്ട് ഈ 16 വയസ്സുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ വെറുതെ ഒരു പ്രൈമറി ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒന്നും വേണ്ട, ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു വൈരുദ്ധ്യോടെ മനസ്സിലാവും. അതുപോലും പോലീസ് നോക്കിയില്ല എന്നുള്ളതാണ്. അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്ന എന്തെങ്കിലും ഒരു പൊരുത്തക്കേട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് അതിനൊരു തീരുമാനത്തിലെത്താമായിരുന്നു. ഇവരിങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഫേക്ക് ഐറ്റംസ് കാണിച്ചപ്പോഴത്തേക്ക് അവർ വിശ്വസിച്ചു. പിന്നെ പോലീസുകാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇവിടെ തന്നെ കുറെ വള്ളികളുണ്ട്. അപ്പൊ പിന്നെ വേറെ അന്യ സംസ്ഥാന വള്ളികളിലൂടെ പിടിക്കണ്ടെന്ന് വിചാരിച്ചാണ്. പുല്ല് എങ്ങോട്ടെങ്കിലും പോയി തൊലയട്ടെ എന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് നമ്മുടെ അണ്ണന്മാരുടെ എൻട്രി. ഞങ്ങളുണ്ട്, ഞങ്ങൾ നമ്മ മകൻ, നമ്മ വോട്ട്, നമ്മ PR എന്നും പറഞ്ഞിട്ട് 3 അണ്ണന്മാര് വന്നത്. ഒടുവിൽ ഈ പെൺകുട്ടിയെ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ളവരെ വിളിച്ചു വരുത്തി അവർക്കൊപ്പമാണ് വിട്ടതെന്നും ഈ യുവാവിനോടൊപ്പമല്ല വിട്ടതെന്നും പിന്നീട് വിവാഹം കഴിക്കാനും അതിനുള്ള തീരുമാനമൊക്കെ പിന്നെ അവിടെ പോയതിനു ശേഷം എടുത്തതാണ് എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ അച്ഛൻ നാട്ടിലേക്ക് പോകാനായി തീരുമാനിച്ചപ്പോൾ ഈ പെൺകുട്ടിയെ സുരക്ഷിതമായി എവിടെയെങ്കിലും ഏൽപ്പിക്കണം എന്നുള്ളത് കൊണ്ട് ആ പെൺകുട്ടിയുടെ ഒരു ബന്ധു ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കുറേ ദിവസങ്ങളായി ഈ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് എഗ്രിമെന്റും ഒപ്പിട്ടിരുന്നു. ആ സാഹചര്യത്തിലാണ് ആ ഡയറക്ടറെയും ഒക്കെ വിളിച്ചു വരുത്തുകയും ആ പെൺകുട്ടിയെ അവർ കൂട്ടിക്കൊണ്ടുപോവുകയുമായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. എന്തായാലും പ്രായപൂർത്തി ആയതുകൊണ്ടും ആ കുട്ടിക്ക് അതിന് തീരുമാനമെടുക്കാൻ അധികാരമുള്ളത് കൊണ്ടാണ് അന്ന് വിട്ടയച്ചതെന്നാണ് തമ്പാനൂർ പോലീസിന്റെ വിശദീകരണം. അതുമായി ബന്ധപ്പെട്ട് ഈ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി ആ സർട്ടിഫിക്കറ്റുകളെല്ലാം വ്യാജമാണ്, ഇത് വ്യാജമാണ്, അതിന് മകൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ള ആക്ഷേപം അന്ന് അച്ഛനും ഉന്നയിച്ചിരുന്നില്ല എന്നാണ് തമ്പാനൂർ പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നത്.
ഇതാണ് കഥ. നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയത്തില്ല, ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ചെയ്ത സമയത്ത് ഈ പെണ്ണിന്റെ അമ്മയുടെ വോയിസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വോയിസിനകത്ത് അമ്മ പറയുന്നുണ്ടായിരുന്നു 16 വയസ്സുള്ള എൻ്റെ മകൾക്ക് 16 വയസ്സ്. അന്ന് ഞാൻ വിചാരിച്ച് അമ്മയ്ക്ക് തെറ്റുപറ്റിയതാണെന്ന്. പക്ഷെ അമ്മയ്ക്ക് തെറ്റുപറ്റിയതല്ല, അവർ കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. സർട്ടിഫിക്കറ്റ് അത് പറഞ്ഞിട്ടാണെങ്കിൽ അവർ പറഞ്ഞ കറക്റ്റാണ്, അവർക്കറിയാം ഈ പെണ്ണിന് 16 വയസ്സുള്ളതെന്ന്. പക്ഷെ അച്ഛന്മാർക്ക് ചിലപ്പം ഈ പെണ്ണിന് എത്ര വയസ്സുണ്ടെന്ന് ബോധമൊന്നും കാണത്തൊന്നുമില്ല, മനസ്സിലായ? പക്ഷെ പെണ്ണിന്റെ അമ്മ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് 16 വയസ്സേ ആയിട്ടുള്ളെന്ന്. ഇനിയിപ്പോ പോലീസിന് എന്തെങ്കിലും പറഞ്ഞങ്ങ് തലയൂരിയാൽ മതിയല്ലോ, പെട്ട്. അങ്ങനെ ഈ ഒരു കേസ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ വന്ന സമയത്താണ് CPM അറിയുന്നത് ഒരു കോള് വന്നിട്ടുണ്ട്, പുതിയ PR-കാരെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചോ, മീഡിയക്കാരെയൊക്കെ അറിയിച്ചോ, നാളെ കല്യാണം, നാളെ നമ്മൾ കേരളം കത്തിക്കും എന്നും പറഞ്ഞ് കുറ്റിയും പറിച്ച് വന്നു. ലോക്കൽ നേതാക്കളെ കൂട്ടി താലി വാങ്ങി അമ്പലത്തിൽ കൊണ്ടുപോയി കെട്ടും നടത്തിച്ച്, എന്നിട്ട് ഒരു ഫോട്ടോയും കൊടുത്തു, റിയൽ കേരള സ്റ്റോറി എന്നും പറഞ്ഞു. ദ അബ്സല്യൂട്ട് അപരാധം, പ്യുവർ PR സ്റ്റണ്ട്. ഇതിനകത്ത് മതസൗഹാർദ്ദം ഒന്നുമല്ല, ചുമ്മാ നന്മയുള്ള CPM എന്നും പറഞ്ഞിട്ട് വോട്ട് മറിക്കാനുള്ള പരിപാടിയായിരുന്നു. എന്താണെങ്കിലും ഇത് പോക്സോ കേസാണ്. നമ്മുടെ മന്ത്രിമാരടക്കം അല്ലെങ്കിൽ കല്യാണത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എതിരെ കേസ് വരാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ വകുപ്പുകളെയൊക്കെ പറ്റി പറയുന്ന ഒരു വീഡിയോ ഞാൻ വെക്കാം. ഇൻസ്റ്റാഗ്രാമിലെ ലോയർ ബ്രോ എന്ന് പറയുന്ന അക്കൗണ്ടിലെ പുള്ളിയാണ് കേട്ടോ പറയുന്നത്. വൈറൽ താരമായ മൊണാലിസയ്ക്ക് 16 വയസ്സേ ഉള്ളൂ എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇത് സത്യമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം നടത്തിയവർക്കും പങ്കെടുത്തവർക്കും ഭർത്താവിനും ഇനി എന്ത് സംഭവിക്കും? നിയമം പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ഒന്നാമതായി ഭർത്താവ്. പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് സെക്ഷൻ 9 പ്രകാരം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന പ്രായപൂർത്തിയായ പുരുഷന് 2 വർഷം വരെ ജയില്, 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. ഇതിന്റെ കൂടെ പോക്സോ വകുപ്പുകളും വരും. ദാറ്റ് ഈസ് വെരി സീരിയസ്. രണ്ടാമതായി കല്യാണം നടത്തിയവരാണ്. ഈ കല്യാണം നടത്താൻ വേണ്ടി എല്ലാവിധ കാര്യങ്ങൾ ചെയ്ത് അതിന് നേതൃത്വം നൽകിയ ആളുകളുണ്ടല്ലോ, അവർക്കെതിരെ വരാൻ പോകുന്നത് സെക്ഷൻ 10 ആണ്. ഇത് പ്രകാരം 2 വർഷം വരെ ജയിലും 1 ലക്ഷം രൂപ വരെ ഫൈനും ഉണ്ടാകുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആൻഡ് മൂന്നാമത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കല്യാണത്തിൽ പങ്കെടുത്ത ആളുകളാണ്. അവർക്ക് സെക്ഷൻ 11 വരികയും അവർക്കും ഈ പറയുന്ന പോലെ 2 വർഷം വരെ ജയില്, അതേപോലെ 1 ലക്ഷം രൂപയാണ് ഫൈൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൂപ്പ് ഹോളിനെ പറ്റി കൂടെ മനസ്സിലാക്കുക. ഈ കല്യാണം നടത്തിക്കൊടുത്തവരും അതേപോലെ കല്യാണത്തിന് പങ്കെടുത്ത ആളുകളും ഈ പറയുന്ന പെൺകുട്ടിക്ക് 18 വയസ്സിന് മുകളിലാണ് പ്രായം എന്ന് വിശ്വസിച്ചിട്ടാണ് രേഖകളൊക്കെ പരിശോധിച്ച് 18 വയസ്സിന് മുകളിൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് അവർ കല്യാണം നടത്തിക്കൊടുത്തതും പങ്കെടുത്തതും എന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സെക്ഷൻസ് ഒന്നും ഇവിടെ വരില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷെ എന്തായാലും കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ, നിയമം. അപ്പം രക്ഷപ്പെടാനുള്ള വകുപ്പൊക്കെ ഇതിനകത്തുണ്ട്. സിമ്പിളായിട്ട് രക്ഷപ്പെടുകയും ചെയ്യും. ആർക്കും തെറ്റുപറ്റാം. തെറ്റുപറ്റുന്ന ഒരു കുറ്റമായിട്ടൊന്നും നമ്മൾ പറയുന്നൊന്നുമില്ല. പക്ഷെ ഇത് വിളിച്ചു വരുത്തിയതാണ്, അറിഞ്ഞുകൊണ്ട് എടുത്തു ചാടിയതാണ്, മണ്ടത്തരം കാണിച്ചതാണ്. ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ നേട്ടത്തിന് വേണ്ടിയിട്ട്, ഈ ഇലക്ഷന്റെ പ്രചാരണം ഒന്ന് കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് കിട്ടാൻ പോകുന്ന കയ്യടി ഓർത്ത് മാത്രമാണ് അവർ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചത്. അല്ലാതെ ഇതിനകത്ത് ഒരു നന്മയോ ഒരു മെറിറ്റോ ഒരു മതസൗഹാർദ്ദമോ മുന്നിൽ കണ്ടിട്ടല്ല. എന്താണെങ്കിലും അടിച്ച് അണ്ണായി കിട്ടിയില്ലയോ, അത് വെച്ചോണ്ടങ്ങ് അവിടെ ഇരി. ഇതിപ്പോ ഇവർക്ക് മാത്രമല്ല കിട്ടിയത്, നമുക്കൂടാണല്ലോ, കേരളത്തിന് മൊത്തം നാണക്കേടായില്ലയോ. ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടും കേസിൽ നിന്ന്. പക്ഷെ പോയ മാനം കേരളത്തിൻ്റെതാണ്. അതൊക്കെ ഇനി എത്ര കേസ് തെളിയിച്ചു കഴിഞ്ഞാലും ആ പോയ മാനം തിരിച്ചു വരത്തില്ലല്ലോ. എന്താണെങ്കിലും ഈ ഇറങ്ങാൻ പോകുന്ന സമയത്തും ഇത്രയും നല്ല പ്രവൃത്തി ചെയ്ത് നമ്മളെ പറയിപ്പിച്ച CPM-കാർക്ക് ശതകോടി പ്രണാമം. വളരെ നന്ദിയുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല. നന്നായി വരട്ടെ, പോട്ടി പണ്ടാറടങ്ങട്ടെ.